സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. 2026 ചോദ്യങ്ങളാണ്. പഠിത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 42 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭൗതിക ശാസ്ത്രത്തിനുള്ള വോൾഫ് പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആര്? ഭൗതിക ശാസ്ത്രത്തിനുള്ള വോൾഫ് പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. ജൈനേന്ദ്ര കെ ജെയിൻ ആണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള വോൾഫ് പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ. അപ്പൊ 2026 ഭൗതിക ശാസ്ത്രത്തിനുള്ള വോൾഫ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജൻ ആര് എന്ന് ചോദിച്ചാൽ ജൈനേന്ദ്ര കെ ജെയിൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച നാസ ശാസ്ത്രജ്ഞൻ ആര്? ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച നാസ ശാസ്ത്രജ്ഞൻ ആര്? അനിൽ മേനോൻ ആണ്. അനിൽ മേനോൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനിൽ മേനോൻ. കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത്? കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആര്? എൻ ശേഷാദ്രിനാഥനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എൻ ശേഷാദ്രിനാഥനാണ് കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത്. എൻ ശേഷാദ്രിനാഥൻ. 2026 നാറ്റോ ഉച്ചകോടി ജൂലൈ 7-8 തീയതികളിൽ നടന്നത് എവിടെയാണ്? 2026 നാറ്റോ ഉച്ചകോടി ജൂലൈ 7-8 തീയതികളിൽ നടന്നത് എവിടെയാണ്? തുർക്കിയിലെ അങ്കാറയിലാണ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, 2026 നാറ്റോ ഉച്ചകോടി നടന്ന അങ്കാറ ഏത് രാജ്യത്തിലേതാണ്? എവിടെയാണ്? തുർക്കിയിലാണ്. തുർക്കിയിലെ അങ്കാറയിലാണ് 2026 നാറ്റോ ഉച്ചകോടി നടന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആയിട്ട് നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ UP രാജീവ്. ഡോക്ടർ UP രാജീവ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത്. ഡോക്ടർ UP രാജീവ്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 വിക്ഷേപണ ദൗത്യത്തിന്റെ നാമകരണം എന്താണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1ന്റെ വിക്ഷേപണ ദൗത്യത്തിന്റെ നാമകരണം. വിക്ഷേപണ ദൗത്യത്തിന് നൽകിയ പേര് ആഗമൻ എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആഗമൻ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ്? വിക്രം-1 ആണ്. വിക്രം-1ന്റെ വിക്ഷേപണ ദൗത്യത്തിന് നൽകിയ പേര് ആഗമൻ എന്നാണ്. 2026 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ. ഓപ്ഷൻ ഡി സ്പെയിൻ. എത്രാമത്തേതായിരുന്നു? 23ാമത്തേതായിരുന്നു. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് നടത്തിവരുന്ന ലഹരി വേട്ട പദ്ധതി. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് നടത്തിവരുന്ന ലഹരി വേട്ട പദ്ധതി ഏത്? ഓപ്പറേഷൻ വജ്ര. പദ്ധതിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വജ്ര. 2027 ജൂണിൽ നടക്കുന്ന ഗ്ലോബൽ AI ഉച്ചകോടിയുടെ വേദി. 2027 ഗ്ലോബൽ AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജനീവയിലാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് 2027 ഗ്ലോബൽ AI ഉച്ചകോടി നടക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവ. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കൊച്ചി. അടുത്തിടെ അന്തരിച്ച നോക്കുവിദ്യ പാവകളി പ്രതിമ മോനിപ്പള്ളി മുഴീക്കൽ പങ്കജാക്ഷി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം. മോനിപ്പള്ളി മുഴീക്കൽ പങ്കജാക്ഷി അമ്മ ഏതിലാണ് പ്രസിദ്ധ? നോക്കുവിദ്യ പാവകളി പ്രതിഭയാണ്. നോക്കുവിദ്യ പാവകളി പ്രതിഭ. പങ്കജാക്ഷി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2020 ആണ്. 2020
പത്മശ്രീ, മോനിപ്പള്ളി മുഴിക്കൽ പങ്കജാക്ഷി അമ്മ. ഏതിലാണ് പ്രസിദ്ധ? നോക്കു വിദ്യ പാവകളി പ്രതിഭയാണ് എന്നതും കൂടി ഓർക്കാം. അടുത്ത ചോദ്യം, 2026 ലോക്മാന്യ തിലക് പുരസ്കാരം നേടിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. 2026 ലോക്മാന്യ തിലക് പുരസ്കാരം നേടിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആര്? അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ. ലോക്മാന്യ തിലക് പുരസ്കാരം അജിത് ഡോവൽ. 2026 അണ്ടർ-19 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാവ് ആര്? 2026 അണ്ടർ-19 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാവ് സ്പെയിൻ ആണ്. ഓപ്ഷൻ ഡി, സ്പെയിൻ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ താരം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജയിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം ആര്? പി വി സിന്ധുവാണ്. പി വി സിന്ധു. 2024 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രമേത്? 2024 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആർട്ടിക്കിൾ 370 എന്ന ചിത്രമാണ്. ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയതാരാണ്? മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വൈക്കം വിജയലക്ഷ്മി. രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 വിജയകരമായി വിക്ഷേപിച്ചത് ഏത് സ്ഥാപനമാണ്? വിക്രം-1 വിജയകരമായിട്ട് വിക്ഷേപിച്ചത് സ്കൈറൂട്ട് എയറോസ്പേസ് ആണ്. സ്കൈറൂട്ട് എയറോസ്പേസ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? സിയാലിന്റെ പുതിയ ചെയർമാൻ വി ഡി സതീശനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വി ഡി സതീശൻ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുവാനുള്ള പദ്ധതി ഏത്? സ്പേസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്പേസ്. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ഹരിവരാസനം പുരസ്കാരം 2026 തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചത്. തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? പെരുമ്പളം പാലമാണ്. പെരുമ്പളം പാലം. കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? പെരുമ്പളം പാലം. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി ഏതായിരുന്നു? തിരുവനന്തപുരം. ഓപ്ഷൻ സി, തിരുവനന്തപുരം. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയ ജില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കണ്ണൂർ. 2026 ഫിഫ ലോകകപ്പിൽ 4ാം സ്ഥാനം നേടിയ രാജ്യമേത്? 4ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 4ാം സ്ഥാനം നേടിയ രാജ്യം ഫ്രാൻസ്. 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2034 സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 1930 ആരംഭിച്ച ഫിഫ ലോകകപ്പിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് ഏത് ലോകകപ്പിലാണ്? 2030 നടക്കാൻ പോകുന്ന ലോകകപ്പാണ് 100ാം വാർഷികം ആഘോഷിക്കുന്നത്. 2030 ഫിഫ ലോകകപ്പ് ആകെ എത്ര രാജ്യങ്ങളിലാണ് നടക്കുന്നത്? എത്ര രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത്? 6 രാജ്യങ്ങളാണ് 2030 ആതിഥേയത്വം വഹിക്കുന്നത്. 6 രാജ്യങ്ങൾ. തക്സിൻ മുഹമ്മദ് ജംഷിദ് 2026 ഫിഫ ലോകകപ്പിൽ ഏത് രാജ്യത്തിന്റെ ദേശീയ ടീമിലാണ് ഉൾപ്പെട്ടത്?
തക്സിൻ മുഹമ്മദ് ജംഷീദ്. 2026 ഫിഫ ലോകകപ്പിൽ ഏത് രാജ്യത്തിന്റെ ദേശീയ ടീമിലാണ് ഉൾപ്പെട്ടത്? ഖത്തറിൻ്റെതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഖത്തർ. ആദ്യമായി ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന വടക്കേ അമേരിക്കൻ രാജ്യം. ആദ്യമായിട്ട് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച വടക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? കാനഡയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കാനഡ. ഫിഫ ലോകകപ്പിന്റെ എല്ലാ എഡീഷനിലും പങ്കെടുത്ത ഏക രാജ്യം ഏത്? ഫിഫ ലോകകപ്പിന്റെ എല്ലാ എഡീഷനുകളിലും പങ്കെടുത്ത ഏക രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. ഇന്ത്യൻ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച കലാരൂപം ഏത്? പാവക്കഥകളിയാണ്. പാവക്കഥകളി. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം പാവക്കഥകളിയാണ്. ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക. ഏത് വർഷത്തെയാണ്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഗ്രേസ മാർഷലാണ്. ഗ്രേസ മാർഷൽ. 2026 ക്രാഫോർഡ് പ്രൈസ് വിജയിയായ പ്രശസ്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ. ക്രാഫോർഡ് പ്രൈസിന് വിജയിയായ പ്രശസ്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? വീരഭദ്രൻ രാമനാഥനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വീരഭദ്രൻ രാമനാഥൻ. നിലവിലുള്ള UTS ആപ്പിന് പകരമായിട്ട് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പുതുതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? നിലവിലുള്ള UTS ആപ്പിന് പകരമായിട്ട് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? റെയിൽ 1. ആപ്ലിക്കേഷന്റെ പേരെന്താണ്? റെയിൽ 1 എന്നാണ്. റെയിൽ 1. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? സ്മൃതി മന്ദാനയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്മൃതി മന്ദാന. ടെറ്റനസ്, അഡൾട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പുറത്തിറക്കിയ പുതിയ വാക്സിൻ ഏതാണ്? TD വാക്സിൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, TD വാക്സിൻ. എന്തിനൊക്കെയാണ്? ടെറ്റനസ്, അഡൾട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച് പുറത്തിറക്കിയ പുതിയ വാക്സിനാണ് TD വാക്സിൻ. ഇന്ത്യയിൽ ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പ്രധാന HPV വാക്സിൻ ഏത്? പ്രധാന HPV വാക്സിൻ ഏതാണ്? ഗാഡസിൽ 4 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗാഡസിൽ 4. എന്തിനെ പ്രതിരോധിക്കാനാണ്? ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന HPV വാക്സിനാണ് ഗാഡസിൽ 4. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത്? വർക്കലയാണ്. വർക്കല. സീറോ വേസ്റ്റ് സിറ്റി, വർക്കല. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത്. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീർ ആണ്. ജമ്മു കാശ്മീർ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി വധിക്കപ്പെട്ട അമേരിക്ക-ഇസ്രായേൽ സംയുക്ത സൈനിക ദൗത്യം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി വധിക്കപ്പെട്ട അമേരിക്ക-ഇസ്രായേൽ സംയുക്ത സൈനിക ദൗത്യം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. 2027 നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? 2027 നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ.
പ്രഗതി, വികാസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രഗതി, വികാസ് എന്നിവയാണ് സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. പ്രഗതി, വികാസ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ട് നിയമിതനായത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PV സാനു. ഓപ്ഷൻ സി ആണ് ഉത്തരം. PV സാനു. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CP ജോൺ. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CP ജോൺ. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ജെറോമിക് ജോർജ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജെറോമിക് ജോർജ്. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ആരാണ്? വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ്. കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആര്? അഡ്വക്കേറ്റ് K ജാജു ബാബു. അഡ്വക്കേറ്റ് K ജാജു ബാബു, അഡ്വക്കേറ്റ് ജനറൽ. ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ് ആണ്. അശ്വിനി വൈഷ്ണവ് ഇന്ത്യയിലെ നിലവിലെ റെയിൽവേ മന്ത്രി. അവസാനത്തെ ചോദ്യം, സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് ഏതാണ്? സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL90 ആണ്. KL90. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.